ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. സൺഡേസ് വിത്ത് സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെളുത്തുള്ളി അച്ചാർ. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. വെളുത്തുള്ളി വലിയ വെളുത്തുള്ളിയാണ്. ഓരോ അല്ലിയും 4 പീസായിട്ട് കട്ട് ചെയ്തത്. 2 കപ്പ് നല്ലെണ്ണ, 4 ടേബിൾ സ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ പച്ചമുളക് വളരെ ചെറുതായിട്ട് കട്ടി കുറഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞത് 6 എണ്ണം, ഇഞ്ചി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് 3 ടേബിൾ സ്പൂൺ, കറിവേപ്പില വളരെ തിന്നായിട്ട് കട്ട് ചെയ്തത് 3 തണ്ട്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, കടുക് ചതച്ചത് 1/2 ടീസ്പൂൺ, കായപ്പൊടി 1 ടീസ്പൂൺ, ആപ്പിൾ സൈഡർ വിനീഗർ 4 ഔൺസ്, തിളപ്പിച്ചാറിയ വെള്ളം 6 ഔൺസ്, ഉപ്പ് ആവശ്യത്തിന്. ഒരു പാത്രത്തിൽ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നല്ലെണ്ണ ഒഴിച്ച് ചൂടായ ശേഷം ഇതിലോട്ട് കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ ഉലുവ ഇതിലോട്ടിട്ട് ഉലുവ ഒരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ ഇതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക് എന്നിവയിട്ട് നന്നായിട്ട് വഴറ്റുക. ഇത് നന്നായി വഴന്ന് കഴിയുമ്പോൾ ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് വഴറ്റുക. ഏകദേശം 8 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഇത് വഴറ്റിയെടുക്കണം. വെളുത്തുള്ളി നന്നായി വഴന്ന് കഴിയുമ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് മിക്സ് ചെയ്യുക. ഫ്ലെയിം ലോയിൽ വച്ചതിന് ശേഷം എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, കടുക് ചതച്ചത്, കായപ്പൊടി എന്നിവയെല്ലാം കൂടിയിട്ട് ശരിക്കും വഴറ്റിയെടുക്കുക. മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. പൊടികളുടെ പച്ചമണമെല്ലാം മാറി നന്നായി വഴന്നതിന് ശേഷം ഇതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആപ്പിൾ സൈഡർ വിനീഗർ, തിളപ്പിച്ചാറിയ വെള്ളം എന്നിവ ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ ഏകദേശം 3 മിനിറ്റോളം മിക്സ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള വെളുത്തുള്ളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഈ അച്ചാർ നന്നായി ചൂടാറിയതിന് ശേഷം ഒട്ടും വെള്ളമയമില്ലാത്ത ഗ്ലാസിൻ്റെ ജാറിലോ ഭരണിയിലോ ഇട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. നമ്മുടെ സ്വാദിഷ്ടവും ഹെൽത്തിയുമായിട്ടുള്ള വെളുത്തുള്ളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.